റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ കായംകുളം നഗരസഭ ഹരിത കർമ്മസേന ഒരുക്കിയ ഹരിത ബൂത്ത് ശ്രദ്ധേയമാകുന്നു. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പ്രധാന വേദിക്കരികെയാണ് ബൂത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ കായംകുളം നഗരസഭയിലെ ഹരിത കർമ്മസേന ഒരുക്കിയ ഹരിത ബൂത്ത് ശ്രദ്ധേയമാകുന്നു. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പ്രധാന വേദിക്കരികെയാണ് ബൂത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. കലോത്സവത്തെ പൂർണ്ണമായും ഹരിതാഭമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് സേന പ്രവർത്തിക്കുന്നത്. പ്ലാസ്റ്റിക് വിമുക്ത സന്ദേശമാണ് പ്രധാനമായും സേന മുന്നോട്ട് വെക്കുന്നത്. പുല്ലും ഓലയും പനമ്പും കൊണ്ടാണ് ഹരിതഗൃഹം നിർമ്മിച്ചിരിക്കുന്നത്. കുപ്പികളിൽ വർണ്ണചിത്രങ്ങളും മറ്റും വരച്ചു വെച്ചിരിക്കുന്നതും ആകർഷണീയമാണ്. മാലിന്യശേഖരണത്തിനായി ബിന്നുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയാണ് ഇത്തരമൊരു പദ്ധതിക്ക് ആശയമിട്ടത്. ജില്ലാ കലോത്സവത്തിൽ ഹരിതചട്ടം പാലിക്കണം എന്ന ശക്തമായ സന്ദേശമാണ് ഹരിത കർമ്മസേനയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ റവന്യൂ കലോത്സവത്തോടനുബന്ധിച്ച് കായംകുളം നഗരസഭയിലെ ഹരിത കർമ്മസേന ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള പ്ലാസ്റ്റിക്കുകളും കുപ്പികളും അടക്കം പെറുക്കി മാറ്റിക്കൊണ്ടും അവർ ഈ കലോത്സവം ഇവിടെ തീരുമാനിച്ചപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ വിവിധ 13 കേന്ദ്രങ്ങളുണ്ട്. 13 കേന്ദ്രങ്ങളിൽ നമ്മുടെ ഹരിതകർമ്മസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. അവിടെയെല്ലാം തന്നെ അവരുടെ ധീരമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഈ ഗ്രൗണ്ട് നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു കുപ്പികളോ പോലും കാണുന്നില്ല. ഇവിടെ ബോട്ടിൽ ബൂത്തും വെച്ചിട്ടുണ്ട്. അവിടെ അതുമൊക്കെ തന്നെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹരിതകർമ്മസേന പോവുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഹെൽത്ത് വിഭാഗം നമ്മുടെ ഈ റവന്യൂ കലോത്സവം തീരുമാനിച്ച അന്ന് മുതൽ തന്നെ ഈ വേദികളിലെല്ലാം തന്നെ ഇവിടെ വൃത്തിയാക്കുന്ന കാര്യത്തിൽ, മരങ്ങളും വെട്ടിമാറ്റുന്ന കാര്യത്തിൽ, നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നിരപ്പാക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ കണ്ടിജൻസി ജീവനക്കാർ, നമ്മുടെ ഹെൽത്ത് വിഭാഗത്തിലുള്ള HS, HI, അതിനോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടക്കം ഈ മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കലോത്സവം നടക്കുന്ന വേദിയാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലാണ് നമ്മുടെ മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫുഡിൻ്റെ കാര്യം ഗംഭീരമായിട്ട് നടക്കുകയാണ്. അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ ജീവനക്കാരടക്കം അവിടെയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പോവുകയാണ്. തീർച്ചയായിട്ടും കായംകുളം പട്ടണം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഉത്സവമാണ്. പക്ഷേ ഉത്സവത്തിൻ്റേതായ യാതൊരു മാലിന്യങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന യാതൊരു മാലിന്യങ്ങളും നമ്മുടെ പട്ടണത്തിലോ നമ്മുടെ ഈ വേദികളിലോ എങ്ങും കാണാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ നഗരസഭ ഒന്നടങ്കം ഈ കാര്യത്തിൽ കൗൺസിലർമാർ എല്ലാവരും തന്നെ ഓരോ ഓരോ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായിട്ടും വൈസ് ചെയർമാൻമാരായിട്ടും ഉണ്ട്. അവരെല്ലാം തന്നെ ഈ വേദികളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് തന്നെ എല്ലാവരും അവരവരുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ദിവസം തീരുന്ന ദിവസം വരെയും കായംകുളം നഗരസഭയുടെ മുഴുവൻ സഹായങ്ങളും പ്രവർത്തനങ്ങളും ഈ വേദികളിൽ എല്ലായിടത്തും ഉണ്ടാകുമെന്നാണ് പറയാൻ കഴിയുന്നത്. അതിനോടൊപ്പമാണ് നമ്മുടെ ആസ്പത്രിയിൽ നിന്നുള്ള ആംബുലൻസുകളും മൂന്നിടത്തും ആംബുലൻസ് ഉണ്ട്. ബോയ്സിലുണ്ട്, ഗേൾസിലുണ്ട്, സെൻറ്റ് മേരീസിലുണ്ട്. അവിടെയെല്ലാം തന്നെ ഡോക്ടർമാരുടെ സേവനമുണ്ട്, നമ്മുടെ ആശാ വർക്കർമാരുടെ സേവനമുണ്ട്, നമ്മുടെ പാലിയേറ്റീവ് ടീമിൻ്റെ സേവനമുണ്ട്, ആസ്പത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനമുണ്ട്, NHMൻ്റെ സേവനമുണ്ട്. NHM നമുക്ക് ഒരു ആംബുലൻസും അതിനോടൊപ്പം തന്നെ ഡോക്ടറെയും നേഴ്സുമാരെയും എല്ലാം വിട്ടു തന്നിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കായംകുളം നഗരസഭയുടെ ഭാഗമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ കലോത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. കലോത്സവ വേദികളും പരിസരവും മാലിന്യമുക്തമാക്കുക എന്നതും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നതുമാണ് തങ്ങൾ ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.